ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പാലക്കാടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങൾ പോയത്. കവളപ്പാറ ആര്യങ്കാവ് അമ്പലത്തിൻ്റെ അടുത്തു നിന്നായിരുന്നു ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7:15 ഇറങ്ങി. എല്ലാതും കാണേണ്ട ലൊക്കേഷൻസ് തന്നെയാണ്. പല മലയാളം സിനിമയിലും കണ്ടിട്ടുള്ള ലൊക്കേഷൻസ് കൂടെയാണ്. അമ്പലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഒരു അമ്പല ദർശനമാണ്. ഞങ്ങൾ വാഴാലിക്കാവ് അമ്പലത്തേക്കാണ് പോയത്. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കാണാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പോകുന്ന വഴി എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്പലത്തിന് ചുറ്റും വലിയൊരു പാടശേഖരം തന്നെ കാണാം. ഒരു സൈഡിൽ ഭാരതപ്പുഴയും. ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി പൈങ്കുളം അടുത്താണ്. അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തി. ഇത് ഭഗവതി ക്ഷേത്രമാണ്. ഒരു ഭാഗം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് അമ്മയാണ്, അമ്മ ദേവി. ആ ദേവിയുടെ മകളാണ് കിഴക്ക് വശം പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന മകൾ. ഇങ്ങനെ രണ്ട് ക്ഷേത്രത്തിന് രണ്ട് കൊടിമരം. ഇവിടുത്തെ അമ്പലക്കുളം കാണാം. ഇനി ഈ പാടത്തുകൂടെ നടന്ന അമ്പലക്കുളം എത്തും. ധാരാളം മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കൂത്തുമാടം. പാവക്കൂത്തൊക്കെ നടത്തുന്നത് ഇവിടെയാണ്. തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ നല്ലൊരു വ്യൂ കൂടെ കാണാം. ഇപ്പൊ വെള്ളം തീരെ കുറവാണെന്നേ ഉള്ളൂ. കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷൻ ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇവിടെ എല്ലാ ദിവസവും നല്ല തിരക്കുണ്ടാവാറുണ്ട് എന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ട ഒരു അമ്മ പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് തിരുവില്ലാമലയിലേക്കാണ്. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമനാണ് മുഖ്യപ്രതിഷ്ഠ. തൃശ്ശൂരിൽ നിന്ന് 49 കിലോമീറ്ററും ഒറ്റപ്പാലത്ത് നിന്ന് 20 കിലോമീറ്ററും ദൂരം വരും. ഈ ഒരു ക്ഷേത്രം ചെറിയ മലമുകളിലാണ്. ലക്ഷ്മണ ക്ഷേത്രം, അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമി ക്ഷേത്രം തൊഴുതു വലം വെച്ചു. പിന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും തൊഴുതു. മേലെ നിന്നുള്ളൊരു വ്യൂ ആണിത്. ക്ഷേത്രത്തിന് താഴെയായി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ആദ്യം ഞങ്ങൾ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ തൊഴുതു. പിന്നെ നാഗക്ഷേത്രത്തിലും. നെയ് പായസവും അവലും പ്രസാദം വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. നെയ് റോസ്റ്റും മസാല ദോശയും കഴിച്ചു. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്.
വരിക്കാശ്ശേരി മന. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മനുശ്ശേരിയാണ് അടുത്ത ലൊക്കേഷൻ. ഒറ്റപ്പാലത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരെയുള്ളൂ. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. ടൂറിസ്റ്റ് ബസ്സുകളും കാറുകളും ഒക്കെ ആയിട്ട് പാർക്കിംഗ് ഒക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മനയ്ക്കുള്ളിലും ചുറ്റുമൊക്കെ നല്ല തിരക്ക്. എന്തായാലും മനയ്ക്കുള്ളിലേക്ക് പോവാം. ഇതാണ് നടുമുറ്റം. 300 വർഷം പഴക്കമുള്ള 3 നില കെട്ടിടാണിത്. ഇനി നമുക്ക് അടുക്കള കാണാം. അടുപ്പും ആട്ടുകല്ലും അടുക്കളയോട് ചേർന്ന് തന്നെ കിണറും പിന്നെ വലിയ ജനലൊക്കെ ഉണ്ട്. അടുക്കളയുടെ ബാക്ക് വശമാണിത്. ഈ മനയുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് പത്തായപുര. അത് വീഡിയോ റെക്കോർഡായില്ല. ഇനി നമുക്ക് ഇവിടുത്തെ കുളം കാണാം. വലിയൊരു കുളമാണ്. നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങാനൊന്നും അനുവാദമില്ല. അങ്ങനെ വരിക്കാശ്ശേരി മന കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോണത് പാലക്കാടിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് എത്തുമ്പോൾ നേരം ഉച്ചയാവും. അപ്പൊ ആദ്യം ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത്. കൊല്ലങ്കോട്ടെ ഫേമസ് ആയിട്ടുള്ള അയ്യപ്പേട്ടന്റെ കടയിലാണ് പോയത്. ഒരിലയ്ക്ക് 50 രൂപയാണ്. ചോറ്, സാമ്പാർ, അവിയൽ, ഉപ്പേരി, കൂട്ടുകറി, പുളിഞ്ചി, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ സൈഡ് ഡിഷും വാങ്ങി. ഫുഡ് കുഴപ്പമില്ല. എനിക്ക് ഇവിടുത്തെ അവിയലാണ് ഏറ്റവും ഇഷ്ടമായത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കുടിലിടം കാണാനാണ്. ഇവിടെ ഞങ്ങൾ മുമ്പേ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ വീണ്ടും വന്നതാണ്. കുടിലിടം രാവിലെ നേരത്തെ അല്ലെങ്കിൽ സൺസെറ്റ് സമയമാകുമ്പോൾ കാണേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ പോയത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പേര് പോലെ തന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ്. ആൽമരങ്ങൾക്കിടയിൽ ഒരു കൊച്ചു ക്ഷേത്രം. ഇവിടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് വഴിപാടായിട്ട് ആടിനെയും കോഴീനെയും ഒക്കെ കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുന്നത് കണ്ടു. ഇനി ഒരു ചായ കുടിക്കാം. ചായ കുടിക്കാൻ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ കടയിലാണ് പോയത്. ഇവിടുത്തെ ചായയും പരിപ്പുവടയും ഒക്കെ ഫേമസ് ആണല്ലോ. ഞങ്ങൾ പരിപ്പുവടയും ഉഴുന്നുവടയും ചായയും വാങ്ങി. ഉഴുന്നുവടയുടെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടികളും ചായയും ഒക്കെ അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ പോണത് ഇന്നത്തെ യാത്രയുടെ ലാസ്റ്റ് ലൊക്കേഷനിലേക്കാണ്. പോകുന്ന വഴിയൊക്കെ എന്തൊരു ഭംഗിയാണല്ലേ. 2 സൈഡും പാടം, ഈ മരങ്ങള്, പിന്നെ വലിയൊരു കുളം കണ്ടു. അതിലേക്ക് എല്ലാവരും ചാടുന്നതും നീന്തുന്നതും ഒക്കെ ഒരു മിന്നായം പോലെ കണ്ടു. ഇതാണ് വാമല മുരുകക്ഷേത്രം. ഈ മലയ്ക്ക് മുകളിലാണ് ക്ഷേത്രം. ആദ്യം കണ്ടപ്പോൾ ഈ മല കയറാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ സുഖമായിട്ട് കയറാൻ പറ്റി. നല്ലൊരു ലൊക്കേഷനാണിത്.
ഹൃദയം, കുഞ്ഞിരാമായണം സിനിമയിലൊക്കെ ഉണ്ട്. അമ്മ അമ്പലത്തിൽ പോയി തൊഴുത് പ്രസാദമൊക്കെ ആയിട്ട് വന്നു. നല്ല കാറ്റുണ്ട്. വൈകുന്നേരം സമയമായതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഹനുമാൻ പാദം എന്ന് എഴുതി കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പടിപ്പൂര റെസ്റ്റോറൻറ്റിൽ കയറി. വീണ്ടും നല്ല നല്ല യാത്രാ വിശേഷങ്ങളുമായിട്ട് കാണാം. ബായ്.